सोमनाथ महाराज की जय. ചതുർത്ഥ സ്കന്ധത്തിൽ 4 ചരിത്രങ്ങളാണ് വന്നിരിക്കുന്നു. ധർമ്മത്തിൻ്റെ പ്രകടനമാണ് ദക്ഷയാഗം. അപ്പോൾ ധർമ്മം 7 ശുദ്ധിയോട് ചെയ്യുമ്പോൾ അതിൻ്റെ സാഫല്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 7 അധ്യായങ്ങളിൽ ദക്ഷയാഗവും. അതിനുശേഷം അർത്ഥപ്രകരണമാണ് ധ്രുവചരിത്രം. 5 അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നു. കിട്ടുന്ന ധനം 5ആയിട്ട് വീതിച്ച് ജീവിച്ചാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നാണ് ശുക്രാചാര്യൻ പറയുന്നു. ധർമായ യശസേ അർത്ഥായ കാമായ സ്വധനായ ച പഞ്ചധാ വിഭജൻ വിത്തം ഇകാമുത്ര ച മോദതേ. നമുക്ക് കിട്ടിയ പണം 5ആയിട്ട് വീതിക്കണം. ആദ്യം ധർമ്മത്തിന് കുറച്ച് മാറ്റി വയ്ക്കണം, ധർമായ. പിന്നെ യശസ്, നമ്മുടെ പുകഴിന് വേണ്ടി കുറച്ച് പണം. നമ്മൾ ഒരു ദാനം ചെയ്യുമ്പോൾ പിന്നെ അവർ പേര് എഴുതുന്നു, ഇവരുടെ വകയായിട്ട് ഇന്ന് അന്നദാനം ഇന്ന് ഇതൊക്കെ എഴുതാറുണ്ടല്ലോ. അതിനു വേണ്ടി യശസ്. പിന്നെ അർത്ഥായ, പണം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം കുറച്ച് പണം ഇട്ടാലേ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ബിസിനസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് അർത്ഥായ. കാമായ, പിന്നെ എല്ലാ ധനവും സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ല, കുറച്ച് നമ്മൾ അനുഭവിക്കണം, സ്വയം അനുഭവിക്കണം. കാമായ. പിന്നെ സ്വജനായ ച, നമ്മുടെ ബന്ധുക്കൾക്ക് ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കണം. ഇങ്ങനെ 5ആയിട്ട് വീതിച്ചാലേ നമ്മൾ സുഖമായിട്ട് ജീവിക്കും എന്നാണ് ശുക്രാചാര്യൻ പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ 5 അധ്യായത്തിൽ ധ്രുവചരിത്രം പഠിക്കുന്നു. മാത്രമല്ല 5 പേരുടെ ആശീർവാദം ഉണ്ടെങ്കിലേ പണം കിട്ടുള്ളൂ. പിന്നെ 5 വയസ്സ് പ്രായമുള്ള കുട്ടിയായതുകൊണ്ടാണ് ഇവിടെ 5 അധ്യായത്തെ പഠിക്കുന്നു. പിന്നെ 11 അധ്യായങ്ങളിൽ കാമപ്രകരണം, പൃഥുചരിത്രം. അതുകൊണ്ടാണ് പൃഥുചരിത്രത്തിന് കൂടുതൽ ഫലശ്രുതി ഇവിടെ വർണ്ണിക്കുന്നു. അതിനുശേഷം 8 അധ്യായങ്ങളിൽ പുനരുപാഖ്യാനം, മുന്നിലും പിന്നിലും ചേർത്ത്. ഇങ്ങനെ 31 അധ്യായമാണ് 4ാമത്തെ സ്കന്ധത്തിൽ. അതിൽ ദക്ഷയാഗത്തിന് ശേഷം അധർമ്മത്തിൻ്റെ പരമ്പരയും വർണ്ണിച്ചു. അതിനുശേഷം ധ്രുവചരിത്രം വർണ്ണിക്കുന്നു. ജായേ ഉത്താനപാദസ്യ സുനീതി സുരുചിസ്തയോഃ സുരുചി പ്രേയസി പത്യുഃ നേതരായത്സുതോ ധ്രുവഃ. ഉത്താനപാദ രാജാവിന് 2 ഭാര്യമാർ. ഉത്താനപാദൻ പറഞ്ഞാൽ പണ്ടത്തെ കഥകളൊക്കെ നോക്കിയാൽ 2 ഭാര്യമാർ, അങ്ങനൊക്കെ 3 ഭാര്യമാരൊക്കെ പറയും. പക്ഷേ നമുക്ക് അത് അവർ എത്ര ഭാര്യ വിവാഹം കഴിച്ചോ അത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ താത്വികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഉത്താനപാദന്മാരാണ്. ഉത്തു പറഞ്ഞാൽ എന്താണ് അർത്ഥം? മേലെ എന്നാണ് പറഞ്ഞത്. മേലെ കാല്, തല താഴെ, അങ്ങനെ ഇരിക്കുന്നവരാണ് ഉത്താനപാദം. നമ്മളൊക്കെ അങ്ങനെയല്ലേ ജനിച്ചത്, തല കീഴായിട്ട് ജനിച്ചു. അപ്പോൾ ഓരോ ജീവനും ഉത്താനപാദം തന്നെയാണ്. ഓരോ ജീവനക്കും 2 ഭാര്യ പറയുന്നത് എന്താണ്? 2 വിധമായ ബുദ്ധി. നീതി വഴിയിൽ ചെല്ലുന്ന ബുദ്ധിയാണ് സുനീതി. നീതി നോക്കാതെ രുചി പ്രകാരം ചെല്ലുന്ന ബുദ്ധിയാണ് സുരുചി. അതാണ് സുനീതി സുരുചി, 2 ഭാര്യമാർ. സുനീതിക്ക് ധ്രുവൻ എന്ന പേരുള്ള മകനും സുരുചിക്ക് ഉത്തമൻ പേരുള്ള മകനും ജനിച്ചു. നമ്മുടെ രുചിപ്രകാരം ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം ഉത്തമം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അത് ശാശ്വതമായിരിക്കില്ല. നീതി വഴിയിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന സുഖം മാത്രമേ ശാശ്വതമായി നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് സുനീതിയുടെ മകൻ ധ്രുവൻ എന്നിവിടെ പറയുന്നു. ഉദാഹരണം വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെല്ലാൻ വേണ്ടി കയറി വിചാരിക്കാം. അപ്പോൾ കണ്ടക്ടർ എത്രയാണ് 5 രൂപയ്ക്ക് പോകുന്ന ദൂരമേ ഉള്ളൂ നമുക്ക്. നമ്മൾ 10 രൂപ കൊടുത്തു, 5 രൂപ ബാക്കി തരണം അത് കണ്ടക്ടർ. അപ്പോൾ 5 രൂപയ്ക്ക് പകരം ചെയ്തു അറിയാതെ 50 രൂപ കൊടുത്തു. നമ്മളെന്തായി ലാഭിക്കാം, നമുക്ക് 45 രൂപ ലാഭം എന്ന് വിചാരിച്ച് നമ്മൾ ഷർട്ട് പാക്കറ്റിൽ വെച്ചാൽ എന്താവും? ഇറങ്ങുന്ന സമയത്തിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് വീഴും. പിന്നെ വൈദ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് 500 രൂപയ്ക്ക് ഗുളികയും
ഡോക്ടർ ഫീസും ആവും. പക്ഷേ നമ്മൾ അവൻ 50 രൂപ തിരിച്ച് മേടിക്കാതെ കണ്ടക്ടറോട് എനിക്ക് വേണ്ടത് 5 രൂപ മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞാൽ മതി, അവൻ സന്തോഷിക്കില്ലേ? അപ്പോൾ അത് ആശീർവാദമായി കിട്ടും. അപ്പോൾ അധർമ്മ വഴിയിൽ നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ അത് നല്ല വഴിയിൽ പോവില്ല, ഇങ്ങനെ വേറെ വഴിയിലെ ചെല്ലും. അതുകൊണ്ടാണ് രുചിപ്രകാരം പോകാതെ നീതിപ്രകാരം ചെല്ലണം. ഞാൻ അവിടെ കാണിച്ചു തരുന്നു. ഒരു ദിവസം ഈ സുനീതി പുത്രൻ ധ്രുവൻ തൻ്റെ അച്ഛനെ കാണാൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ അച്ഛൻ്റെ വെടിത്തട്ടിൽ തൻ്റെ അനുജനെ കണ്ടു. അടുത്ത വടിയിൽ സ്വയം കയറണം വിചാരിച്ച് ഇങ്ങനെ കയറേണ്ട സമയത്താണ് സൂചി പറഞ്ഞു, നവത്സൽപതിർധിജ്ഞം ഭവാനാരോടുമർഹതി ന ഗൃഹീതോ മയായത്വം കുക്ഷാവപി നൃപാത്മജഃ നവത്സൽപതിർധിജ്ഞം. ആദ്യം വത്സാന്ന് വിളിച്ചു, ഉണ്ണി. പിന്നെ പറഞ്ഞു, ധ്രുവൻ്റെ തേജസ് കണ്ടപ്പോൾ ഭവാൻ, എന്നെപ്പോലെ നല്ല ഭക്തി ഉള്ളവർ ഈ ഉത്ഥാനപാദൻ്റെ വഴിയിൽ കയറേണ്ട ആവശ്യമില്ല. ഈ ഉത്ഥാനപാദൻ്റെ വഴിയിൽ കയറണമെങ്കിൽ ആദ്യം തപസ് ചെയ്യൂ, ഭഗവാനോട് പ്രാർത്ഥിച്ചു, എൻ്റെ വെളിത്തട്ടിൽ എൻ്റെ വയറ്റിൽ ജനിച്ചാൽ മാത്രമേ നിനക്ക് ഉത്ഥാനപാദൻ്റെ വഴിയിൽ കയറാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ ധ്രുവൻ അച്ഛനെ നോക്കി, പിതരം സന്നവാചം, അച്ഛനും ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ ധ്രുവൻ മൗനമായി സ്വന്തം അമ്മയുടെ അടുത്ത് ചെന്ന് കരഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, സത്യം സുരുച്യാഭീതം ഭവാന്മി. ഉണ്ണി, നീ കരയേണ്ട, നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മൾ തന്നെയാണ്. തമിഴിൽ പറയാറുണ്ട്, ഇൻപവും തുன்பവും പിറർ തര ഭാര, സുഖസ്യ ദുഃഖസ്യ നകോപി ഗാത, പരോദാതീതി തുബുദ്ധിദേശ എന്നാണ് ആധ്യാത്മരാമായണത്തിൽ പറയുന്നത്. സുഖവും ദുഃഖവും നമ്മുടെ ഇഷ്ടപ്രകാരമാണ്, നമ്മളുടെ പുണ്യപാപത്തിൻ്റെ ഫലമായിട്ടാണ് വരുന്നത്. അടുത്തവർ മൂലം വരുന്നു നമ്മൾ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് സുഖവും, നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ദുഃഖവും. അതുകൊണ്ട് പാപത്തിൻ്റെ ഫലമായി ദുഃഖം കുറയ്ക്കണമെങ്കിൽ പുണ്യത്തിൻ്റെ ഫലം കൂടുതലാക്കണം. അപ്പോൾ കൂടുതൽ പുണ്യം ചെയ്യണം, നീ പോയി തപസ് ചെയ്യൂ എന്ന് സ്വന്തം അമ്മയും പറഞ്ഞപ്പോൾ നേരെ കാട്ടിലേക്ക് വരുന്നു. കാട്ടിലെത്തിയപ്പോഴാണ് ധ്രുവൻ വരുന്ന വഴിയിൽ നാരദൻ നാമം ജപിച്ച് വരുന്നു. നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ ജയ ജയ 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 ഗോപാല ഹരേ, ജയ ജയ ഗോപാല ഹരേ, ജയ ജയ ഗോപാല ഹരേ. നാമം ജപിച്ച് വന്നു. ആദ്യം ധ്രുവൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പിന്നെ ധ്രുവനക്ക് മന്ത്രോപദേശം കൊടുത്തു, ദ്വാദശാക്ഷരി മന്ത്രം. പിന്നെ മധുവനത്തിൽ ചെന്നോളൂ, വൃന്ദാവനത്തിലേക്കുള്ള അഡ്രസ്സ് കൊടുത്ത് അവിടെ ചെന്ന് ഭഗവാനെ എങ്ങനെ ധ്യാനിക്കണം എന്നുകൂടി പറഞ്ഞു കൊടുത്തു. നാരദൻ പറഞ്ഞ പ്രകാരം ധ്രുവൻ മധുവനത്തിൽ ചെന്ന് ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി. പിന്നെ നാരദൻ ധ്രുവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് മകനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, സ്വയം എത്തിക്കോളും എന്നുകൂടി ഉപദേശം കൊടുത്തു. ധ്രുവൻ്റെ തപസ് ഓരോ ദിവസം മുന്നേ വർദ്ധിച്ചു വരുന്നു. ത്രിരാത്രാന്തേ ത്രിരാത്രാന്തേ കവിച്ഛപദരാശനഃ ആത്മവൃത്യനുസാരേണ മാസം നിന്യേച്ഛയൻ ഹരിം ദ്വിതീയം ച തഥാ മാസം ഷഷ്ഠേ ഷഷ്ഠിർഭഗോദിനേ തൃണപർണാദിഭിശ്ശീർണൈഃ കൃതാന്നോഭ്യക്ഷയത് വിഭും തൃതീയം ചാനയന്മാസം നവമേ നവമേ ഹനി
अभक्षमुत्तमश्लोकम् उपाधावत्समाधिना चतुर्थमपि वैमासं द्वादशे गणे वायुभक्षोचितश्वासोऽध्यायन् देवमधारयत् पञ्चमे मास्यनुप्राप्ते चितश्वासोऽनुपात्मजः ध्यायन् ब्रह्मपदैकेन तस्थौ स्थानि दिवाचलः. ആദ്യത്തെ മാസം 3 ദിവസം കഴിയുമ്പോൾ പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്നു, തപസ് ചെയ്യുന്നു. രണ്ടാമത്തെ മാസം 6 ദിവസം കഴിയുമ്പോൾ ഇലകൾ മാത്രം കഴിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നു. മൂന്നാമത്തെ മാസം 9 ദിവസം കഴിയുമ്പോൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നു. നാലാമത്തെ മാസം അതുപോലും ഇല്ല, ഒരു കാറ്റ് മാത്രം വായുസ്തംഭം ചെയ്തുകൊണ്ട് കുംഭക പ്രാണായാമം ചെയ്തുകൊണ്ട് തപസ് ചെയ്യുന്നു. ഇതൊക്കെ അത്ഭുതമാണ്. 5 വയസ്സ് പ്രായമുള്ള ഉണ്ണിക്ക് ഇങ്ങനെ തപസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് 50 വയസ്സായി, നമുക്ക് തന്നെ 3 ദിവസം വേണ്ട. ഭക്ഷണ സമയത്തിൻ്റെ സമയം ഒരു 3 മണിക്കൂർ തെറ്റിയാൽ മതി. 12 മണിക്ക് നമ്മൾ കഴിക്കുന്ന ആൾക്ക് ചിലപ്പോൾ 3 മണി 4 മണി ആയാൽ നമുക്ക് ആ വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പം ഉണ്ണിയായ ധ്രുവൻ്റെ തപസ് അതെന്താ കാരണം? ഭഗവാന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വരുമ്പോൾ ലൗകിക കാര്യങ്ങൾ കുറഞ്ഞു പോകുന്നു. ധ്രുവൻ്റെ തപസ് കണ്ടപ്പോൾ ദേവന്മാർക്ക് ഭഗവാനോട് വേഗം ചെന്നു ധ്രുവർക്ക് ദർശനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, ധ്രുവനക്ക് ദർശനം കൊടുക്കാൻ പോകുന്നില്ല, ധ്രുവനെ ദർശനം ചെയ്യാൻ പോകുന്നു. ധ്രുവനെ കണ്ടാൽ എനിക്ക് തന്നെ ഭാഗ്യം പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പുറപ്പെട്ടു വരുന്നു. മധുർവനം ഭൃത്യരിദൃക്ഷയാഗതഃ. ഭഗവാൻ നേരിട്ട് വന്നിട്ടും കണ്ണടച്ച് അവിടെ തപസ് ചെയ്യുന്നു. അപ്പോൾ ഉള്ളിൽ ധ്യാനിക്കുന്ന രൂപം ഭഗവാൻ ഒന്ന് മാച്ചു. അതൊന്ന് മായച്ചപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി. ഉള്ളിൽ കണ്ട ഭഗവാൻ പുറത്തിരിക്കുന്നത് കണ്ടപ്പോൾ ചുംബൻ നിവാസ്യേന ഭുജൈരിവാസ്കൃഷണ്. ഭഗവാനെ ചുംബിക്കാനും ആശ്ലേഷിക്കാനും വേണ്ടി ഓടി വരുന്നു. അവൻ വരുന്നത് കണ്ടപ്പോൾ ഭഗവാനൊപ്പം ധ്രുവനെ സ്പർശിക്കാൻ തോന്നി. അപ്പോൾ എന്ത് ചെയ്തു? കമ്പുണ പസ്പർശപാലം കൃപയാ കപോലെ. തൻ്റെ കയ്യിലിരിക്കുന്ന ശംഖ് കൊണ്ട് ധ്രുവനെ കൊണ്ട് ഭഗവാൻ കൗലിൽ തലോടി. കാരണം ശംഖ് ജ്ഞാനപ്രദമാണ്. മാത്രമല്ല, പാലാഴിയിൽ നിന്നും ഭഗവാൻ പുറപ്പെടുമ്പോൾ മഹാലക്ഷ്മി ദേവി പാലാഴിയിൽ നിന്നും കുറച്ച് ജ്ഞാനപ്പാൽ കൊടുത്തു. ആ ജ്ഞാനപ്പാലും കുടിച്ചത് കൊണ്ടാണ് ധ്രുവൻ ഇവിടെ 12 ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോന്തഃ പ്രവിശ്യ. നമ്മളായിട്ട് സ്തുതി ചെയ്യാൻ പുറപ്പെട്ടാൽ ചിലപ്പോൾ അത് കൂടുതൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, പിഴവൊക്കെ ഉണ്ടാവും. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സ്തുതിക്കുന്നവരുടെ സ്തോത്രം ചൊല്ലുമ്പോൾ അവിടെ ഒരു പിഴയും ഉണ്ടാവില്ല. അങ്ങനെ അനുഗ്രഹം പെറ്റവർ പല മഹാത്മാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ സീർഗാഴി എന്നൊരു സ്ഥലമുണ്ട്, ചിദംബരം തൊട്ടടുത്ത്. അവിടെ തിരുஞான സംബന്ധൻ 64 ശിവഭക്തന്മാരിൽ 4 പ്രധാനപ്പെട്ടവരാണ്. അതിൽ ഒരു ചെറിയ ഉണ്ണിയായ തിരുஞான സംബന്ധൻ സാക്ഷാത് സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ ഉണ്ണിയും വാശി പിടിച്ചു, ജ്ഞാനം വരണം പറഞ്ഞു. അപ്പോൾ ഉണ്ണിയും വിളിച്ചു കൊണ്ട് ചെന്നു. 5 വയസ്സേ ആയിട്ടുള്ളൂ. അച്ഛൻ കുളി കഴിഞ്ഞ് സഹസ്രാവർത്തി ജപിക്കാൻ തുടങ്ങി. ഉണ്ണിക്ക് വിശക്കാൻ തുടങ്ങി. അമ്മേനെ വിളിച്ചു. അമ്മയെ വിളിച്ചപ്പോൾ ആ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ശിവനും പാർവതിയും അവിടെ വന്നു. പാർവതി സുവർണ ഒരു കിണ്ടിയിൽ ആ ഉണ്ണിക്ക് പാല് കൊടുത്തു. ഇപ്പോഴും ആ ഉത്സവം നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ പാർവതി ദേവി കൊടുത്ത ജ്ഞാനപ്പാലം കുടിച്ചത് കൊണ്ടാണ് ദ്രവിഡ ശിശുർ ആസ്വാദ്യ സുതരാം. സൗന്ദര്യലഹരിൽ ഈ കഥ എടുത്തു പറയുന്നു ആദിശങ്കരാചാര്യൻ. തവസ്തന്യം മന്യേ ധരണിധര കന്യേ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ നിന്റെ ജ്ഞാനപ്പാല് കുടിച്ചാണ് ദ്രവിഡ ശിശു പറയുന്നത് ദ്രവിഡ ദേശത്തിൽ ജനിച്ച ആ അതുകൊണ്ടാണ് തിരുஞான സംബന്ധൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഭഗവാന്
സ്തുതിച്ച് പാടാൻ തുടങ്ങി. അപ്പം പാടാൻ കാരണം അച്ഛൻ സഹസ്രാവർത്തി ജപം കഴിഞ്ഞിട്ട് ഉണ്ണിയെ കണ്ടപ്പോൾ ഉണ്ണിൻ്റെ ചുണ്ടിൽ കുറച്ച് പാലുള്ളത് കണ്ടു. നല്ല ശുദ്ധമായ കുടുംബത്തിലുള്ള ജനിച്ച ആളല്ലേ, വേറെ ആരുടെ പാല് നോക്കി കുടിച്ചു സംശയിച്ച് ആരാണ് എനിക്ക് പാല് കൊടുത്തു ചോദിച്ചപ്പോൾ അവിടെ ചുണ്ടി കാണിച്ചു തോടുടയ സെവിയൻ എന്ന് ഭഗവാൻ കുണ്ടലം അണിഞ്ഞ ആ ഭഗവാനാണ്, ആ അമ്മയാണ് എനിക്ക് പാല് കൊടുത്തു എന്ന് കാണിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. ഇങ്ങനെ അദ്ദേഹം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാണപ്പാൽ കിട്ടി പാടി. അതേപോലെയാണ് ഇവിടെ ധ്രുവനർക്കും ആ ഞാണപ്പാലിൻ്റെ അനുഗ്രഹമാണ് 12 ശ്ലോകം. എൻ്റെ ഉള്ളിൽ ഇരുന്ന് എനിക്ക് ഇങ്ങനെ വാക്കുഫലം കൊടുത്ത് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തി കൊടുക്കേണ്ടത് ആ അന്തര്യാമിയായ ഭഗവാനാണ്. നമ്മൾ സ്തുതിക്കുന്നു, നമ്മൾ പാരായണം ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്നും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആ ഭഗവാന്റെ ശക്തിയാണ്. ആ ഭഗവാനക്ക്, അന്തര്യാമിയായ ഭഗവാനക്ക് ഞാൻ നമസ്കരിക്കുന്നു. പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് എപ്പോഴും സത്സംഗം തരണേ. ഭക്തിം മുഹുപ്രവഹതാം ത്വയി പ്രസംഗഃ ഭൂയാദനന്തമഹതാമമലാശയാനാം ഏനാഞ്ച സോൽപനമുരുവ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാണമത്തഃ. ചിലപ്പോൾ ഈ അഴുക്ക് വെള്ളത്തിൽ അല്ലെങ്കിൽ അടിച്ച് ഏതാ വേണ്ട അങ്ങനെ അഴുക്കുള്ള സ്ഥലത്തിൽ അത് വൃത്തിയാക്കാൻ നമ്മൾ ചില ആളെ ഏർപ്പാടാക്കും. അവരെന്ത് ചെയ്യും, അതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ അവർക്ക് അതിൻ്റെ നാറ്റം സഹിക്കാൻ വയ്യ. അപ്പോൾ ചെയ്യും, കുറച്ച് കുടിച്ചിട്ട് വരും. അവരത് കുടിച്ച് കഴിച്ചാൽ എന്താവും, ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അതുപോലെ നമുക്കും ഈ സംസാര സാഗരത്തിൽ ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഇല്ലാതെങ്കിൽ നമുക്കും കുറച്ച് കുടിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് കുടിക്കേണ്ടത്? ഭവദ്ഗുണ കഥാമൃത പാണമത്തഃ. ഭഗവാന്റെ ഗുണകഥകളെ അനുഭവിച്ച് കഴിഞ്ഞാൽ ഈ സംസാര ദുഃഖത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാവില്ലേ എന്നെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ സത്സംഗം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ധ്രുവനക്ക് ഭഗവാൻ ആയുസ്, ആരോഗ്യം എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ച് പുറപ്പെട്ടു. ഭഗവാൻ പുറപ്പെട്ട ശേഷം ധ്രുവൻ വരുന്ന വിഷയം മനസ്സിലാക്കി രാജാവ് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച് കൊണ്ടുപോയി. ധ്രുവനെ ആദ്യം സുരുചി അമ്മയാണ് ലാളിച്ചു എന്നാണ് ഇവിടെ പറയുന്നു. എന്താ കാരണം? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്തവർ പോലും സുഹൃത്തുക്കളായി മാറും. പിന്നെ സുരുചിസ്ഥം സമുത്ഥാപ്യ പാദാവനതമർഭകം പരിഷ്വജ്യാഹ ജൈവേതി ബാഷ്പഗദ്ഗതിയാ ഗിരാ. ധ്രുവൻ ആദ്യം സുരുചി അമ്മയ്ക്ക് നമസ്കരിച്ചു. എന്താ കാരണം? നീ ചീത്ത പറഞ്ഞത് കൊണ്ടല്ലേ എനിക്ക് ഈ ഭഗവാനെ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. ധ്രുവനെ രാജാവാക്കി ഉത്താനപാദൻ തപസ് ചെയ്യാൻ പുറപ്പെട്ടു. ധ്രുവൻ്റെ രാജ്യഭരണത്തിൽ ഒരു ദിവസം നായാട്ടത്തിന് പോയ ധ്രുവൻ്റെ അനുജൻ ഉത്തമൻ യക്ഷന്മാരുടെ യുദ്ധം ചെയ്ത് മരിച്ചു. അപ്പോൾ യക്ഷന്മാരുടെ യുദ്ധം ചെയ്യാൻ ധ്രുവൻ പുറപ്പെട്ടപ്പോൾ യക്ഷന്മാർ മായാപ്രയോഗം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞു കൊടുത്തു, നാരായണാസ്ത്രം പ്രയോഗിച്ചോളൂ. ഉടനെ നാരായണാസ്ത്രം പ്രയോഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ധ്രുവൻ്റെ മുത്തശ്ശൻ മണു അവിടെ വന്നു. ഓരോ ആൾ ചെയ്ത തെറ്റിന് വേണ്ടി എല്ലാ യക്ഷന്മാരെയും വധിക്കാൻ പാടില്ല. നൻവേകസ്യ അപരാധേന പ്രസംഗാത് ഭഗവോഹതാഹ. യുദ്ധം നിർത്തിക്കോളൂ. ഭഗവാനെ സന്തോഷിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ പറയുന്നു. തിരിക്ഷയാ കരുണയാ മൈത്യാച അഖിലജന്തുഷു. തിരിക്ഷയും പിന്നെ കരുണയും എല്ലാ ജീവികളിലും ഒരു മൈത്രി ഇഗ്നമുണ്ടെങ്കിലേ ഭഗവാൻ സംപ്രസീദതി. സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. മുത്തശ്ശന് ഉപദേശം കൊടുത്തപ്പോൾ ശരി പറഞ്ഞ് യുദ്ധം നിർത്തി. ധ്രുവൻ യുദ്ധം നിർത്തിയപ്പോൾ യക്ഷന്മാരുടെ രാജാവായ കുബേരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ധ്രുവനോട് നിനക്ക് എന്താണ് വരം വേണം ചോദിക്കുന്നു. ധ്രുവൻ ഹരൗസവരെ അചരിതാം സ്മൃതിം ചെയ്യ. എനിക്ക് ഭഗവാന്റെ പാദത്തിൽ മാറാത്ത ഭക്തി ഉണ്ടാവണം പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിച്ചപ്പോൾ കുബേരൻ തന്നെ അത്ഭുതപ്പെട്ടു. മിക്കവാറും എല്ലാവരും കുബേരഹോമം, കുബേരയന്ത്രം, പിന്നെ കുബേര മന്ത്രം ഒക്കെ ജപിക്കാറുണ്ട്.
എന്തിനാ ചോദിച്ചാൽ പണം കിട്ടാൻ വേണ്ടിയാണ് കുബേരൻ്റെ മന്ത്രമൊക്കെ ജപിക്കും. ഇവിടെ കുബേരനെ നേരിട്ട് കണ്ടിട്ടും നിനക്ക് ഭക്തി വേണം ചോദിച്ചപ്പോൾ കുബേരൻ തന്നു എന്ന് പറയും. താം ദത്വ. എന്താ കാരണം? കുബേരന് നല്ല ഭക്തിയുണ്ട്. കുബേരൻ പരമശിവഭക്തനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ശിവൻ്റെ അടുത്തിരുന്ന് അവിടെ അലകാപുരിയിൽ കൈലാസത്തിൻ്റെ തൊട്ടടുത്താണ് അവിടെ ഇരുന്നുകൊണ്ട് മഹാദേവനെ ഭജിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുബേരൻ ധ്രുവനക്ക് ഭക്തിയെ കൊടുത്തു എന്നാണ് പറയുന്നു. അതാണ് നമുക്കും ഇവിടെ പഠിക്കേണ്ടത്. ഇപ്പോഴും ബദരികാശ്രമത്തിൽ കുബേര ഭണ്ഡാര ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാം കുറച്ച് പണം വച്ച് പ്രസാദമായി കൊണ്ടുവന്നു. കാരണം അത് വെച്ചാൽ ആ പണം കൂടുതൽ വർദ്ധിക്കും എന്നാണ് വിശ്വാസം. കുബേര ഭണ്ഡാരിൽ പോയി പണം എടുത്ത് വയ്ക്കുന്നതൊക്കെ കുബേരനോട് നമുക്ക് ഭക്തി തന്നെ പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. അങ്ങനെ കുബേരനോട് ഭക്തി ചോദിച്ചത് കണ്ടപ്പോൾ കുബേരനക്ക് തന്നെ അത്ഭുതമായി. ഇങ്ങനെ ഈ കുട്ടിക്ക് ഈ നല്ല ബുദ്ധി ഉണ്ടാവാൻ കാരണം ധ്രുവനക്ക് കിട്ടിയ ഗുരുവാണ് കാരണം. ധ്രുവനക്ക് ആദ്യത്തെ ഗുരു ധ്രുവൻ്റെ അമ്മയും പിന്നെ നാരദനും. അപ്പോൾ നാരദൻ്റെ ശിഷ്യന് കണ്ടപ്പോൾ കുബേരൻ നാരദനോട് പ്രാർത്ഥിച്ചു, ഈ കുട്ടിയെ നന്നായിട്ട് വളർത്തിയതുപോലെ എനിക്ക് 2 കുട്ടികളുണ്ട്, നളഗോപുരൻ മണിഗിരിയും. അവരിങ്ങനെ മോശമായ കുട്ടിയായി പോയിക്കൊണ്ടിരിക്കുന്നു, അവരെയും കൊണ്ട് നന്നാക്കിയാൽ കൊള്ളാം എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലേ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നാരദൻ കുബേരൻ്റെ പുത്രന്മാരായ നളഗോപുരൻ മണിഗിരിവരെയും വൃന്ദാവനത്തിൽ മരമായി ജയിച്ചോളോട് ശാപം കൊടുത്ത് നിങ്ങൾക്ക് കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങനെ ധ്രുവനക്ക് അനുഗ്രഹിച്ചതുപോലെ കുബേരൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിക്കുന്നു നാരദൻ. അതിന് കാരണം ഈ ധ്രുവൻ്റെ ഭക്തി കണ്ടിട്ടാണ്. അങ്ങനെ ധ്രുവൻ കുറച്ചു കാലം രാജ്യഭരണം നടത്തി അതിനുശേഷം തൻ്റെ പുത്രൻ്റെ കയ്യിൽ രാജ്യം ജയിപ്പിച്ച് ബദരികാശ്രമത്തിൽ ചെന്ന് കുറേ കാലം തപസ് ചെയ്തു. പിന്നെ വിമാനവുമായി വിഷ്ണുപാർഷദന്മാർ വരുന്നു. വിഷ്ണുപാർഷദന്മാർ വന്നപ്പോൾ അവർ അടുത്തിരിക്കുന്ന മഹർഷിമാരെ നമസ്കരിച്ചിട്ട് ദിവ്യരൂപം സ്വീകരിച്ച് ആ വിമാനത്തിൽ കയറുന്ന സമയത്ത് യമൻ തല താഴ്ത്തി നിൽക്കുന്നു. യമൻ്റെ ശിരസിൽ കാലുവച്ച് ആ വിമാനത്തിൽ കയറി ധ്രുവസ്ഥാനം. അവൻ ആദ്യം ചോദിച്ചത് എന്താണ്? പദം ത്രിഭുവനോത്കൃഷ്ടം, 3 ലോകത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം എന്നും മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് വന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ സ്ഥാനമായ ധ്രുവ നക്ഷത്രമായി ഇപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സത്സംഗം വേണം ചോദിച്ചതുകൊണ്ട് ധ്രുവ നക്ഷത്രത്തിൻ്റെ തുറ്റി നമുക്ക് കാണാം. സപ്തഋഷീശ്വരന്മാരുടെ നക്ഷത്രം. അങ്ങനെ സപ്തഋഷി സത്സംഗവും ധ്രുവ നക്ഷത്രവുമായി ഇപ്പോഴും ധ്രുവൻ പ്രകാശിക്കുന്നു. അങ്ങനെ ധ്രുവൻ വിമാനത്തിൽ ചെല്ലുന്ന സമയത്ത് ചോദിച്ചു, എൻ്റെ അമ്മ എവിടെ? അപ്പോൾ അവർ കാണിച്ചു കൊടുത്തു, പുരോ യാനേന ഗച്ഛതി. അതിനു മുമ്പത്തെ വിമാനത്തിൽ ധ്രുവൻ്റെ അമ്മയും മുന്നിൽ ചെല്ലുന്നത് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് നമുക്ക് ധ്രുവനെ പോലെ ആവണം പറയുന്നു. എന്താ കാരണം? എത്ര ഉയർന്ന സ്ഥാനത്തിൽ ചെന്നാലും നമ്മുടെ അമ്മയെ മറക്കരുത് എന്നുകൂടിയാണ് ധ്രുവചരിത്രത്തിൻ്റെ സാരം. പിന്നെ ഈ ധ്രുവചരിത്രം കേൾക്കുന്നവർക്ക് നിറച്ചും ഫലശ്രുതി ഇവിടെ വർണ്ണിക്കുന്നു. ഇതം മയാതേ അഭിഹിതം കുരുദ്വഃ ധ്രുവസ്യ വിഖ്യാത വിശുദ്ധകർമ്മണഃ ഹിത്വാത്മക ക്രീഡകാനി മാതുഃ ഗൃഹഞ്ച വിഷ്ണും ശരണം യോജഗാമ. 5 വയസ്സിൽ തന്നെ ഭഗവാനെ കണ്ടുവന്നു ധ്രുവൻ. നമുക്ക് 50 വയസ്സിൽ ആയിട്ടും ഇന്നും ഭഗവാനെ കണ്ടില്ലേ? നമ്മളും ധ്രുവനെ പോലെ തപസ് ചെയ്യണം എന്നാണ് ഈ കഥയുടെ സാരം.